എല്ലാ അത്ഭുതങ്ങളും നമ്മളെ വിശ്വാസത്തിലേക്ക് നയിക്കേണ്ടതാണ്. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ എല്ലാം ഒരു വാതിലാണ്. ആ വാതിലിലൂടെ ക്രിസ്തുവിനെ അനുഭവിച്ചറിയാനുള്ള വേദിയാണ്. അപ്രകാരം ക്രിസ്തുവിനെ അനുഭവിച്ചറിഞ്ഞതിൻ്റെ സാക്ഷ്യം നമ്മോട് പങ്കുവയ്ക്കുന്നു ഇന്നത്തെ യൂത്ത് ഐക്കൺ ആഗ്നസ്. ലെറ്റ്സ് വെൽക്കം. പ്രൈസ് ഗോഡ്. എൻ്റെ പേര് ആഗ്നസ് ബിജു. ഞാൻ പറപ്പൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഗാഗുൽത്ത യൂത്ത് ആർമിയിലത്തെ ഒരു അംഗമാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഗാഗുൽത്ത ധ്യാനത്തിന് കൂടിയ സമയത്ത് 2 നിയോഗമാണ് ഈശോയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒന്നാമത്തത് നഴ്സിംഗിൻ്റെ ഫൈനൽ ഇയർ എക്സാമിന് എൻ്റെ ബാച്ചിലത്തെ എല്ലാവരും പാസ്സാവണമെന്ന്. അത് നടന്നു. രണ്ടാമത്തെ നിയോഗം ഞാൻ പറഞ്ഞത് മെയിൻ എക്സാമിൻ്റെ സമയത്ത് എന്തെങ്കിലും ഒരു പ്രശ്നമോ ബുദ്ധിമുട്ടോ എനിക്ക് വരുന്നുണ്ടെങ്കിൽ അത് ആ എക്സാമിന്, തിയറി എക്സാമിന് ശേഷം മാത്രം വരണമെന്ന് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ജാനുവരി 5-ാം തീയതി ആയിരുന്നു എൻ്റെ തിയറി എക്സാമിൻ്റെ ലാസ്റ്റ് ഡേ. അന്ന് എക്സാം കഴിഞ്ഞു ഞാൻ വീട്ടിലെത്തി ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്ക് ഫോൺ കോൾ വന്നു, പപ്പയ്ക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി, വേഗം ഹോസ്പിറ്റലിലേക്ക് വരണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ സമയത്ത് നല്ല ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അവിടേക്ക് വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ പതുക്കെ പപ്പ എന്നെ വെൻറ്റിലേറ്ററിലേക്ക് ആക്കി. സംഭവം എന്താണെന്ന് വെച്ചാൽ പപ്പ നടന്നു വരുന്ന സമയത്ത് ഓപ്പോസിറ്റ് വന്ന് ബസ് ഇടിച്ചു. അപ്പോൾ വെൻറ്റിലേറ്ററിലേക്ക് ആക്കി. എമർജൻസി ആയിട്ടൊരു സർജറി നടത്തി. ഡോക്ടർ പറഞ്ഞു 48 മണിക്കൂർ കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ ആ സമയത്ത് ഗാഗുൽത്തായിലുള്ള പ്രയർ ഗ്രൂപ്പിനെയും പിന്നെ ഗാഗുൽത്താലത്തെ ഒരുപാട് പേരോടും പ്രാർത്ഥന ആവശ്യപ്പെട്ടു. അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഗാഗുൽത്തനാഥനോട് ഒരുപാട് നേരം പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി കുറച്ച് കഴിഞ്ഞ് വീണ്ടും ഒരു സർജറി നടത്തി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ പേടിക്കാനൊന്നുമില്ല, ഇപ്പോൾ അപ്പ ഓക്കെ ആവുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് നാൾ ICUയിലൊക്കെ കിടന്നു. ഇപ്പോൾ അപ്പ ഓക്കെയാണ്. അന്ന് ആ സമയത്ത് ആ സർജറിയൊക്കെ നടക്കുന്ന സമയത്ത് ഒരു പക്ഷേ പപ്പ നഷ്ടപ്പെട്ടു പോകുന്ന വരെ വിചാരിച്ചൊരു സമയം ഉണ്ടായിരുന്നു. കാരണം ഒന്നും പറയാൻ പറ്റില്ല, എന്ത് വേണമെങ്കിലും സംഭവിക്കാമെന്നൊക്കെ ഡോക്ടേഴ്സ് പറഞ്ഞപ്പോൾ ഞാൻ ആ സമയത്ത് നഴ്സിംഗ് സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് തന്നെ അവരെല്ലാം തുറന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ചിലപ്പോൾ വയറ്റിൽ സ്റ്റോമ ബാഗ് വരെ ഇടേണ്ടി വരുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരുപാട് പ്രാർത്ഥനയോടെയാണ്, ഞാൻ പോലും അറിയാത്ത ആൾക്കാർ വരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഗാഗുൽത്തെന്നും മറ്റു പലരും. അതിൻ്റെ ഭാഗമായി ആ സർജറി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു സ്റ്റോമ ബാഗ് ഒന്നും ഇടേണ്ടി വന്നിട്ടില്ല, അതൊരു മിറാക്കിളാണെന്നൊക്കെ ഡോക്ടർ പറഞ്ഞു. പപ്പ ഓക്കെ വരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഈശോ എനിക്ക് തന്ന മെസ്സേജ് എന്ന് പറയുന്നത്, എൻ്റെ ലൈഫിൽ എനിക്ക് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കാം, എനിക്ക് സഹിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കാം, പക്ഷേ എല്ലാതും പറ്റുന്ന ഒരു ദൈവം എൻ്റെ കൂടെയുണ്ട്, അതൊരിക്കലും മറന്നു പോകരുതെന്നുള്ളൊരു മെസ്സേജാണ് എനിക്ക് ആ സമയത്ത് തന്നിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ഈ വിവരം ഗാഗുൽത്തയിലുള്ളവരോട് അറിയിച്ചു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഗാഗുൽത്തയിലത്തെ യൂത്ത് മീറ്റിങ്ങിൽ വോളണ്ടിയറായിട്ടും ഇപ്പോൾ ഈ പരിപാടിയായിട്ടും ഞാനിപ്പോൾ ഗാഗുൽത്തയിൽ ഇപ്പോൾ അങ്ങനെ നടന്നു പോവുകയാണ്. പിന്നെ ഈശോയുടെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, ഒരുപാട് സാധനങ്ങൾ തന്നിട്ടുണ്ട്, പക്ഷെ അതൊക്കെ എനിക്ക് സഹായിക്കാവുന്നതായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ ഒരുപാട് സാധനങ്ങൾ തരുമ്പോൾ ഈശോ ഒപ്പം ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഓരോ അത്ഭുതങ്ങളും ക്രിസ്തുവിലേക്ക് അടുക്കാനുള്ള ഒരു വാതിലാണെന്ന് നമ്മൾ കേട്ടു. എല്ലാ തരത്തിലും ക്രിസ്തുവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ സ്നേഹത്തിൽ നിന്ന് വിട്ടുപോരാനായിട്ട് നമുക്ക് സാധിക്കില്ല. ഒരുപക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ യുവജനങ്ങൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നം തങ്ങളെ തന്നെ ഒന്ന് വിട്ടുകൊടുക്കുക എന്നുള്ളതായിരിക്കും. ദൈവഹിതത്തിന് വിട്ടുകൊടുക്കാൻ സാധിക്കാത്ത എല്ലാ യുവജനങ്ങൾക്കും വേണ്ടി നമ്മൾ ഈ നിമിഷം പ്രാർത്ഥിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള എല്ലാ യുവജനങ്ങളെയും ഒരു നിമിഷം നമുക്കൊന്ന് ഓർത്തെടുക്കാം. ഒരുപക്ഷെ നമുക്കറിയാവുന്ന വ്യക്തികളുണ്ടാകാം, തങ്ങളുടെ തന്നെ മായാലോകത്തിൽ കുടുങ്ങി ബോധം നഷ്ടപ്പെട്ടു പോയ ഏതെങ്കിലുമൊക്കെ യുവജനങ്ങളുണ്ടെങ്കിൽ ഈ സമയം നമ്മൾ എല്ലാ യുവജനങ്ങൾക്കും വേണ്ടി, ആ തരത്തിൽ കിടക്കുന്ന എല്ലാ യുവജനങ്ങൾക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഒരു നിമിഷം നമ്മൾ പരസ്പരം കരങ്ങൾ കോർത്ത് പിടിച്ച് ലോകമെമ്പാടുമുള്ള എല്ലാ യുവജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരുങ്ങുകയാണ്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പരസ്പരം നമ്മുടെ കരങ്ങൾ നമുക്കൊന്ന് കോർത്ത് പിടിക്കാം. ഈ കരങ്ങളിൽ നമ്മൾ തമ്പുരാൻ്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുക എല്ലാ തരത്തിലുള്ള അഹങ്കാരത്തിലും കിടക്കുന്ന എല്ലാ യുവജനങ്ങളെയാണ്. ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ തങ്ങളെ തന്നെ വിട്ടുകൊടുക്കാൻ മടിയുള്ള എല്ലാവരെയും തമ്പുരാനെ അങ്ങ് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ അവരുടെ ഹൃദയനിലങ്ങൾ ഉഴവുചാലുകൊണ്ട് കയറുവാനായിട്ട് അങ്ങയുടെ ദൂതനെ അയക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ ഹൃദയങ്ങളിലേക്ക് ദൈവത്തെ നോക്കാൻ തക്ക വിധത്തിലുള്ള ഒരനുഭവം നൽകണമേ എന്ന് ആഗ്രഹിച്ച് നമുക്ക് കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ ആരാധന.
യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ലോകമെമ്പാടുമുള്ള എല്ലാ യുവജനങ്ങളെയും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങിലേക്ക് നോക്കാൻ മടിച്ചു നിൽക്കുന്ന എല്ലാവരെയും തമ്പുരാനെ അങ്ങയുടെ ഹൃദയത്തിന്റെ ശ്രദ്ധയായി ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഏറ്റെടുത്ത് വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഹൃദയ നിലങ്ങളിലേക്ക് അങ്ങയുടെ സ്നേഹം ഒരുക്കത്തക്ക രീതിയിൽ അവരുടെ ഹൃദയ ചാലുകളെ കീറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനം ഒഴുക്കി അവരെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങാണ് സകലത്തിന്റെ അധിപനെന്ന് മനസ്സിലാക്കത്തക്ക രീതിയിലേക്ക് അവരുടെ ജീവിതങ്ങൾ മാറ്റപ്പെടാൻ പ്രാർത്ഥിക്കുന്നു. യേശുവേ ആരാധന, 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 ആരാധന. സ്തുതി, സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ സ്തുതി, സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന.